ഗവൺമെന്റ് സ്പെഷ്യൽ ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്റർ പരപ്പനങ്ങാടിയും ഗവൺമെന്റ് മോഡൽ ലാബ് സ്കൂളും വിദ്യാർത്ഥികൾക്കായി ഗവൺമെന്റ് മോഡൽ ലാബ് സ്കൂൾ സ്റ്റേഷനറി സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. സ്റ്റേഷനറി സ്റ്റോറിന്റെ ഉദ്ഘാടനം റിട്ടയർഡ് അധ്യാപികയും സാമൂഹ്യ പ്രവർത്തകയുമായ ഷീലമ്മ ടീച്ചർ നിർവഹിച്ചു. അതൊരു വിഭാഗവും എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടനയിലുള്ളത്. ആ ഭരണഘടന അനുസൃതമായിട്ട് തന്നെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും ഭിന്നശേഷിയുള്ളവരാണ്. എല്ലാവർക്കും എന്തെങ്കിലും ശേഷികൾ ഓരോരുത്തർക്കുമുണ്ട്. അത് കണ്ടെത്തുന്നതിലാണ് നമ്മളുടെ കഴിവ്. അതിന് വേണ്ടത് പൊതുസമൂഹമാണ്. പൊതുസമൂഹം അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്താണ് അവർക്ക് വേണ്ടത് എന്നുള്ളത് ചെയ്തു കൊടുക്കാൻ അവരോടൊരു സിമ്പതി അല്ല കാണിക്കേണ്ടത്. അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെയും ഈ സമൂഹത്തിലെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കാൻ നമ്മൾ ഓരോരുത്തരും ഇതിനൊക്കെ ബാധ്യതയുള്ളവരാണ്. സ്റ്റേഷനറി സ്റ്റോറിന്റെ നടത്തിപ്പ് ചുമതല ഗവൺമെന്റ് മോഡൽ ലാബ് സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ്. സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തേണ്ടവരല്ല, ചേർത്ത് നിർത്തേണ്ടവരാണ് ഈ കുരുന്നുകൾ എന്ന സന്ദേശവും സ്വയം തൊഴിൽ പരിശീലനത്തോടൊപ്പം സാധനങ്ങൾ കടയിൽ പോയി വാങ്ങാനും വാങ്ങുന്ന സാധനങ്ങളുടെ വിലയും എത്ര തുക തിരിച്ചു നൽകണം എന്നതടക്കം വിദ്യാർത്ഥികൾ ഈ സ്റ്റോർ പ്രവർത്തനത്തിലൂടെ സ്വായത്തമാക്കും. ഗവൺമെന്റ് മോഡൽ ലാബ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പേപ്പർ ഗ്ലാസ്, പെൻ, സോപ്പ്, ഫിനോയിൽ നിർമ്മാണം, പോസ്റ്റൽ കവർ, മെഡിസിൻ കവർ, വിവിധതരം ചായ നിർമ്മിക്കൽ തുടങ്ങി നിരവധി സ്വയം തൊഴിൽ പരിശീലനവും പഠനത്തോടൊപ്പം സ്ഥാപനത്തിൽ നൽകി വരുന്നു. പരപ്പനങ്ങാടി ഗവൺമെന്റ് സ്പെഷ്യൽ ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്റർ കോർഡിനേറ്റർ ടി ജിഷ പദ്ധതി വിശദീകരിച്ച് സംസാരിച്ച ചടങ്ങിൽ ഗവൺമെന്റ് മോഡൽ ലാബ് സ്കൂൾ PTA പ്രസിഡന്റ് PK സൗമ്യ അധ്യക്ഷത വഹിച്ചു. പരപ്പനങ്ങാടി ഗവൺമെന്റ് LP സ്കൂൾ അധ്യാപകൻ M ലാൽകുമാർ, ഗവൺമെന്റ് സ്പെഷ്യൽ ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്റർ അധ്യാപകരായ TK രജിത, P ഹംസീറ, KK ഷബീബ, ലൈബ്രറിയൻ AV ജിത്തു വിജയ്, ജീവനക്കാരായ C മിഥുൻ, അക്ഷയ്ദാസ്, T വരുൺ, K രഞ്ജിത, K സഫിയ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഗവൺമെന്റ് മോഡൽ ലാബ് സ്കൂൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഗവൺമെന്റ് സ്പെഷ്യൽ ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്ററിലെ അധ്യാപക വിദ്യാർത്ഥികളും പങ്കെടുത്ത ചടങ്ങിൽ ഗവൺമെന്റ് മോഡൽ സ്കൂൾ അധ്യാപകരായ K തുളസി സ്വാഗതവും ഫാത്തിമത്ത് സുഹ്റ ശാരത്ത് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ കോഴിക്കോട് വെച്ച് നടന്ന സ്പെഷ്യൽ ഒളിമ്പിക്സ് വിജയികളെ ആദരിച്ചു. എൻലൈറ്റ് മീഡിയ, പരപ്പനങ്ങാടി.